പോലെ കേരള കോൺഗ്രസ് വീണ്ടും തിരികെ എത്തുന്നു UDF-ലേക്ക് എന്നതാണ് അരുൺ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് LDF പാളയത്തിലേക്ക് ഈ ജോസ് കെ മാണിയുടെ രംഗപ്രവേശനം ഉണ്ടാകുന്നത്. അതാകട്ടെ അതിനു മുമ്പ് ഏറ്റവും വലിയ വിമർശകരായിരുന്നു CPM വലിയ വിമർശകരായിരുന്നു മാണി വിഭാഗത്തിൻ്റെത്. ഇപ്പോഴിതാ മറ്റൊരു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുമ്പോൾ അതും LDF ഒരു തെരഞ്ഞെടുപ്പ് ജാഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. 3 ക്യാപ്റ്റന്മാരെ അടക്കം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഭരണ തുടർച്ച എന്ന മൂന്നാം വട്ടവും ഇടതുപക്ഷം എന്നതിലേക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുമ്പോഴാണല്ലോ ഈ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത്. കൃത്യമായി ഇടതുമുന്നണിയിൽ നിന്ന് വലതിലേക്ക് ചാടുന്നു ജോസ് കെ മാണി എന്നത് ഉറപ്പിക്കുന്ന പശ്ചാത്തലം. അതിനെ ഇടത് കേന്ദ്രങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഏതെങ്കിലും തരത്തിൽ തടയിടുവാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ ഇപ്പോൾ ഇടത് കേന്ദ്രങ്ങൾ? അഭിലാഷ, ആ യാഥാർത്ഥ്യത്തോടെ ഇടതുമുന്നണിയും ഏറെക്കുറെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞുവെന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരം ചർച്ചകൾ, അഭ്യൂഹങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി ഇടതു കേന്ദ്രങ്ങളിലും സജീവമായിരുന്നു. ജോസ് കെ മാണി തുടർച്ചയായി ഇടതുമുന്നണി യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ഏറ്റവും വലിയൊരു സമരം കേന്ദ്ര സർക്കാരിനെതിരെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിന്റെ ഉദ്ഘാടനം എന്നുപോലും വിശേഷിപ്പിക്കാത്ത തരത്തിലുള്ള ഒരു സമരമാണ് ഇന്നലെ മുഖ്യമന്ത്രി നേതൃത്വത്തിൽ മന്ത്രിമാരും MLA-മാരും അതുപോലെ മുന്നണി നേതാക്കളും രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ, പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ നടത്തിയത്. അവിടെ നിന്നും ജോസ് കെ മാണി വിട്ടുനിൽക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ മന്ത്രിമാരും MLA-മാരും ഒക്കെ അതിൽ പങ്കെടുക്കുന്നുമുണ്ട്. അങ്ങനെ വരുമ്പോഴും ജോസ് കെ മാണി വിട്ടുപോകുന്നു എന്ന തരത്തിലുള്ള ഒരു വികാരം തന്നെയാണ് ഇപ്പോഴും ഇടതു കേന്ദ്രങ്ങളിലും ഉള്ളത്. അത് എങ്ങനെ ചെറുക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും മുന്നണിക്ക് കൃത്യമായ ഒരു മറുപടിയില്ല. കേരള കോൺഗ്രസ് എം വന്നത് മുതൽ വലിയ പ്രാധാന്യം ഇടതുമുന്നണി CPM നൽകിയിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. പ്രത്യേകിച്ചും ആദ്യഘട്ടത്തിലൊക്കെ CPI കടുത്ത എതിർപ്പാണ് കേരള കോൺഗ്രസ് എം വരുന്നതിനെതിരെ ഉയർത്തിയ തങ്ങളുടെ മുന്നണി രണ്ടാം പാർട്ടി എന്ന തങ്ങളുടെ ശക്തി നഷ്ടപ്പെടുമോ, ആ സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന ആശങ്ക CPIക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും CPM ഒരു കാരണവശാലും അത് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഏത് സാഹചര്യത്തിലും കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലെടുക്കണം, അത് മധ്യ തിരുവിതാംകൂറിൽ മധ്യ കേരളത്തിൽ മുന്നണിയെ ശക്തിപ്പെടുത്തുമെന്ന ഉറച്ച നിലപാടിൽ CPI നിന്നപ്പോൾ CPIക്കും പിന്നീട് വഴങ്ങേണ്ടി വന്നു. ഏതായാലും ഇപ്പോൾ കേരള കോൺഗ്രസ് എം പോകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. പക്ഷേ അത് പൂർണ്ണമായും വന്ന അതേ ശക്തിയോടുകൂടി കേരള കോൺഗ്രസ് എം പോകില്ല എന്ന് ഉറപ്പിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് CPM ഇടതുമുന്നണി എന്ന് വേണം മനസ്സിലാക്കാൻ. ഞാനിപ്പോൾ ഉള്ളത് AKG സെന്ററിലാണ്. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതാനും സമയം മുമ്പ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇവിടെ തന്നെ ഉണ്ട്. നിർണായകമായ ഇടതുമുന്നണി കഴിഞ്ഞ ദിവസം ചേർന്നപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാന്റെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. എങ്ങനെയാണ് ഇടതുമുന്നണി പ്രതിസന്ധി? സ്വാഭാവികമായും ഒരു പ്രതിസന്ധി തന്നെയാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടുന്നു. അതിനുശേഷം മുഖം മിനുക്കൽ, പിന്തുണ തിരിച്ചുപിടിക്കൽ നടപടികളുമായി മുന്നണി ഒന്നടങ്കം മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷി തന്നെ നമുക്കറിയാം 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഇടതുമുന്നണിക്ക് വലിയ ശക്തി നൽകിയ ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം. അവരാണിപ്പോൾ മുന്നണി വിട്ടുപോകുന്നത്. മധ്യ തിരുവിതാംകൂറിൽ മധ്യ കേരളത്തിൽ ഇടതുമുന്നണിക്ക് CPM-നെ കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലകൾ, അവിടെ സ്വാധീനമുറപ്പിക്കാൻ കേരള കോൺഗ്രസ് എം വലിയ പിന്തുണയാണ് നൽകിയത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു ചെറിയൊരു തിരിച്ചടി വോട്ട് കണക്കിലൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെയും ഇടതുമുന്നണിക്ക് മേഖലകൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് കേരള കോൺഗ്രസ് എമ്മിന്റെ ശക്തി കൊണ്ട് തന്നെയാണ്. അത്തരമൊരു മുന്നണിയാണ്, അത്തരമൊരു പാർട്ടിയാണ് തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ ഇനി ആഴ്ചകൾക്കപ്പുറം. അതും അഭിലാഷ് സൂചിപ്പിച്ച പോലെ ഒരു ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ ഭാഗമായുള്ള യാത്ര 3 മേഖലകളിൽ തുടങ്ങാൻ നിശ്ചയിക്കുമ്പോൾ അതിന്റെ മധ്യ കേരളത്തിന്റെ ജാഥാ ക്യാപ്റ്റനായി കേരള കോൺഗ്രസ് എം സാധാരണഗതിയിൽ 2 ജാഥകളാണ് പലപ്പോഴും ഇടതുമുന്നണി നടത്താറുള്ളത്. അത് തെക്കൻ മേഖലയും വടക്കൻ മേഖലയും ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും അടുത്ത മേഖലയിൽ നിന്ന് CPI-യുടെ സംസ്ഥാന സെക്രട്ടറിയുമാണ് ജാഥ നടത്താറുള്ളത്. പക്ഷേ ഈ മൂന്നാമത്തെ പാർട്ടിക്കും മുന്നണിയിലെ 2 പ്രബലമായ പാർട്ടികൾ CPI-യുമാണ്. അതിനൊപ്പം പ്രാധാന്യം കേരള കോൺഗ്രസ് എമ്മിന് കൂടി നൽകുന്നുവെന്ന് വ്യക്തമാക്കാനാകണം ഒരുപക്ഷെ CPM 3 മേഖലകളിൽ നിന്ന് ജാഥകൾ ആരംഭിക്കാൻ നിർദ്ദേശം നൽകുകയും അതിൽ മധ്യ കേരളത്തിൽ നിന്നുള്ള മധ്യമേഖല യാത്രയ്ക്ക് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തത്. പക്ഷേ ആ നീക്കം ഫലവത്താകുമെന്ന് കരുതാൻ വയ്യ. ജോസ് കെ മാണി ആ ജാഥയുടെ ക്യാപ്റ്റനാകാനുള്ള സാധ്യത വിരളമാണ്. അതിന് പകരം സംവിധാനങ്ങളും CPM ആലോചിക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപക്ഷെ വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ ഈ ഘട്ടത്തിൽ നടക്കുമ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് കൂടി ചർച്ചകൾ പോയേക്കാം. അവിടെ ഒരു കാരണവശാലും മുന്നണി വിട്ടുപോകില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന, അത് ധാർമ്മികതയല്ല, അത് രാഷ്ട്രീയ മാന്യതയല്ല എന്ന കടുത്ത നിലപാടെടുക്കുന്ന റോഷി അഗസ്റ്റിനെ
മന്ത്രി ജലവിഭവ മന്ത്രി കൂടിയ ജോഷി അഗസ്റ്റിനെ ജാഥയുടെ ക്യാപ്റ്റനാക്കി നിശ്ചയിച്ചാലും അത്ഭുതപ്പെടാനില്ല. അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. ഇപ്പോഴും പൂർണ്ണമായും കേരള കോൺഗ്രസ് മുന്നണി വിട്ടു പോകുമെന്ന് ഇടത് കേന്ദ്രങ്ങൾ ഉറപ്പിക്കുന്നില്ല. UDFും ആ രീതിയിൽ പലപ്പോഴും നേതാക്കൾ സംസാരിക്കുമ്പോൾ അവർ ഉറപ്പിച്ചു പറയുന്നില്ല. പക്ഷേ എന്തൊക്കെയോ വലിയ മാറ്റങ്ങൾ വരാനിരിക്കുന്നു. ആ മാറ്റം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് എമ്മിന്റെ VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വിസ്മയം എന്നത് കേരള കോൺഗ്രസ് എമ്മിന്റെ തിരിച്ചു പോക്കാണ്. UDFിലേക്ക് തിരിച്ചു പോക്കുന്നതിനെ ഏറെക്കുറെ ഉറപ്പിക്കാം. ഏതായാലും കേരള കോൺഗ്രസ് എമ്മിനെ ഒപ്പം നിർത്താൻ വലിയ ശ്രമങ്ങൾ ഇടതുമുന്നണി നടത്തിയിരുന്നു, CPM നടത്തിയിരുന്നു. അവർക്ക് മുന്നണിയുമായി ചേർന്ന് പോകാൻ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യവും വഴി അടച്ചിരുന്നു. തങ്ങളുടെ സീറ്റ് തന്നെ എടുത്ത് അല്ലെങ്കിൽ തങ്ങൾ ജയിക്കാവുന്ന സീറ്റ് ജോസ് കെ മാണിക്ക് നൽകുന്നു. വനവന്യജീവി നിയമ ഭേദഗതിയിലൂടെ കേരള കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് സഭകളിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ടെങ്കിൽ അത് അതിജീവിക്കാൻ ആ നിയമനിർമ്മാണം അവർക്ക് വേണ്ടി വേണമെങ്കിൽ പറയാം, അത്ര ഒരു നിയമനിർമ്മാണത്തിന് CPM തയ്യാറാകുന്നു. ആ നിയമനിർമ്മാണം പക്ഷേ നിയമം പ്രാബല്യത്തിൽ വരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സാങ്കേതികമായ തടസ്സങ്ങൾ, കേന്ദ്രത്തിന്റെ എതിർപ്പും അതുപോലെ തന്നെ ഗവർണറുടെ എതിർപ്പുമൊക്കെ കൊണ്ട് അത് നിയമം പ്രാബല്യത്തിൽ വന്നെങ്കിൽ പോലും എല്ലാ നീക്കുപോക്കുകളും എല്ലാ വിട്ടുവീഴ്ചകളും കേരള കോൺഗ്രസ് ചോദിച്ച സീറ്റുകൾ നൽകിയാണ് അവരെ കഴിഞ്ഞ തവണ ഒപ്പം നിർത്തിയത്. മന്ത്രിസ്ഥാനം അവർ ചോദിക്കുമ്പോൾ അത് നൽകി. എല്ലാ തരത്തിലും കേരള കോൺഗ്രസ് മുന്നണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് എന്ന് തന്നെ ആ ഒരു വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രത്യേക ശ്രദ്ധ അക്കാര്യത്തിൽ ഉണ്ടായിരുന്നത് വ്യക്തമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ കൃത്യമായി തന്നെ കേരള കോൺഗ്രസിന് അവർ അർഹിക്കുന്നതിനപ്പുറമുള്ള പരിഗണന നൽകാൻ മുഖ്യമന്ത്രി പലപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. അത് CPIക്ക് ചിലപ്പോഴൊക്കെ നീരസം ഉണ്ടാക്കിയിരുന്നു. പക്ഷേ എങ്കിലും കേരള കോൺഗ്രസും വേണം. തങ്ങൾക്ക് കടന്നു കയറാൻ ബുദ്ധിമുട്ടുള്ള, തങ്ങൾക്ക് സ്വാധീനമുറപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള മേഖലയിൽ സ്വാധീനമുറപ്പിക്കാൻ കേരള കോൺഗ്രസിന്റെ സഹായം വേണം, അവരുടെ പിന്തുണ വേണമെന്ന ഒരു നിശ്ചയദാർഢ്യത്തിലൂടെ കേരള കോൺഗ്രസ് എമ്മിനെ വലിയ പ്രാധാന്യം നൽകി, വലിയ പരിഗണന നൽകിയാണ് ഇടതുമുന്നണി നിലനിർത്തിയത്. പക്ഷേ അവർ വിട്ടുപോകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ആ വിട്ടുപോക്ക് എത്രത്തോളം അതിന്റെ ആഘാതം കുറയ്ക്കാനാകുമോ, എത്രത്തോളം ശക്തി തിരിച്ചുപോകുന്ന കേരള കോൺഗ്രസ് ശക്തി UDFിലേക്ക് പോകുന്ന വിഭാഗത്തിന്റെ കുറയ്ക്കാനാകുമോ എന്നുള്ള നീക്കങ്ങൾ ഇടതുമുന്നണി നടത്തുകയാണ്. നമുക്കറിയാം പ്രമോദ് നാരായൺ ഇടതുമുന്നണിക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന സൂചനകളാണ് ഇപ്പോൾ നൽകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചാണ് തുടരും 2026 എന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പ് അദ്ദേഹം ഇട്ടത്. അതുപോലെ റോഷി അഗസ്റ്റിൻ ആദ്യം അദ്ദേഹമാണ് അത്തരം ഒരു ചിത്രം പോസ്റ്റ് ചെയ്തത്. അതിനുശേഷം അദ്ദേഹം തന്റെ നിലപാട് ഉറപ്പിച്ചു പറയുകയും ചെയ്തു. അങ്ങനെ എന്നെ സ്വാധീനിക്കാൻ ആർക്ക് ധൈര്യമുണ്ട്, ഞാൻ അങ്ങനെ രാഷ്ട്രീയ മാന്യത ഇല്ലാതെ പെരുമാറില്ല എന്നൊക്കെ വലിയ വൈകാരികമായ ഒരു പ്രതികരണമാണ് റോഷി അഗസ്റ്റ് നടത്തിയത്. പക്ഷേ എത്ര പേർ അദ്ദേഹത്തിനൊപ്പം ഉണ്ടാകും? 3 MLA-മാരെങ്കിലും അപ്പുറം പോകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. N. ജയരാജ് അദ്ദേഹം ഇടതുമുന്നണി വിടാൻ താല്പര്യമുള്ള ആളല്ല എന്ന് വേണം മനസ്സിലാക്കുന്നത്. പക്ഷേ കേരള കോൺഗ്രസിന്റെ പാർട്ടി നേതൃത്വം, ഔദ്യോഗിക നേതൃത്വം തീരുമാനത്തിനൊപ്പം അദ്ദേഹം ഉറച്ചു നിൽക്കും. നേരത്തെ കെ എം മാണിയുടെ കാര്യത്തിൽ അദ്ദേഹം അതേ നിലപാടെടുത്തയാളാണ്. കെ എം മാണി എന്ന് പറയുമ്പോൾ അതുപോലെ ഇപ്പോൾ ചെയർമാൻ ജോസ് കെ മാണിയാണ്. ആ നിലപാടിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് ജയരാജ് വ്യക്തമാക്കുന്നു. പക്ഷേ സെബാസ്റ്റ്യൻ കടത്തുങ്കലും ജോബ് മൈക്കിളും അവർ രണ്ടുപേരും UDFിലേക്ക് പോകാൻ നേരത്തെ തന്നെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. പക്ഷേ 2 MLA-മാർ ഇപ്പുറം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ. അങ്ങനെ 3-2 രീതിയിലാകാം ഒരു പക്ഷേ ഇടതുമുന്നണി UDFിലുമുള്ള കേരള കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഏതായാലും ഇടതുമുന്നണിയും ആ യാഥാർത്ഥ്യം അംഗീകരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പകരം ക്രമീകരണങ്ങൾ കേരള കോൺഗ്രസ് എം പോയാൽ എങ്ങനെ ആ മേഖലയിൽ പിടിച്ചു നിൽക്കാം, ഈ യാത്രാ മധ്യേ അല്ലെങ്കിൽ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ക്യാപ്റ്റനെ മാറ്റേണ്ടി വരുന്ന ഒരു സാഹചര്യം, അതിനെങ്ങനെ മറികടക്കാം തുടങ്ങിയ കാര്യങ്ങളിലും ഇടതുമുന്നണി തിരക്കിട്ട കൂടിയാലോചനകളും ചർച്ചകളും നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മുന്നണി കൺവീനർ ഇന്ന് തിരുവനന്തപുരത്തില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹം കോഴിക്കോടാണെന്ന് എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ AK സെന്ററിലുണ്ട്. സ്വാഭാവികമായും ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എല്ലാ ദിവസവും ചേരാറുള്ള CPMന്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗമുണ്ട്. അത്തരം അനുദിനം ഉള്ള ഓരോ ദിവസത്തെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തും. ഒരുപക്ഷേ അത്തരം ഒരു അവൈലബിൾ സെക്രട്ടറി യോഗമാണ് ഇവിടെ ചേരുന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും AK സെന്ററിലുണ്ട്. വളരെ നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുമ്പോൾ, വിസ്മയം സൃഷ്ടിക്കാൻ UDF ശ്രമിക്കുമ്പോൾ ആ വിസ്മയത്തിന്റെ ഭംഗി കുറയ്ക്കാൻ അല്ലെങ്കിൽ വിസ്മയത്തിന്റെ ശക്തി കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇടതുമുന്നണി നടത്തുമെന്ന് ഉറപ്പാണ്. അഭിലാഷ്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.